ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा माह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीगुरुं साग्रजातं सहगणरघुनाथान्वितां तां सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पदे गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरुभस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. നമ്മളെ ഡിസ്കഷന് കഴിഞ്ഞ പ്രാവശ്യത്തെ എവിടം വരെ നിർത്തി എന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഏത് ടോപ്പിക് വരെ എത്തി എന്നുള്ളത്, നമ്മുടെ കൃഷ്ണന്റെ അവതാരങ്ങളെല്ലാം തീർത്തായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം? ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ തുടക്കത്തിൽ ഇത്ര പേർക്ക് അറിയാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ ഇച്ചിരി സൗണ്ടും കൂടെ വേണം. ഓക്കെ. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഇപ്പോഴും ക്ലിയർ ആണോ? ഹരേ കൃഷ്ണ ക്ലിയർ ആണോ? മൈക്രോഫോൺ സൗണ്ട് മാക്സിമം ഇപ്പോൾ. ഹരേ കൃഷ്ണ കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ശരി. കൃഷ്ണന്റെ ഫസ്റ്റ് 3 തരത്തിലുള്ള എക്സ്പാൻഷൻസ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ആദ്യമേ നമ്മൾ പഠിച്ചത് 3 സ്വയം രൂപം, ആവേശരൂപം, പ്രകാശരൂപം, അങ്ങനെയല്ലേ പ്രഭു? സ്വയം രൂപം കറക്റ്റ് ആണ്. ആവേശരൂപം കറക്റ്റ് ആണ്. പ്രകാശരൂപം അല്ല, പ്രകാശമല്ല. പ്രകാശത്തിന് മുമ്പ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തദേകാത്മരൂപം. താങ്ക് യു മന്ത്രി. 2 പറഞ്ഞല്ലോ. അതിൽ തദേകാത്മരൂപം, സ്വയം രൂപം, ആവേശരൂപം. തദേകാത്മരൂപമാണ് പിന്നെ നമ്മൾ വിലാസവും സ്വാംസ്വരൂപം. വെരി ഗുഡ്. അപ്പൊ അത് ക്ലിയർ ആണ്. ഇനി പ്രകാശരൂപം എന്താണ്? രൂപത്തിൽ ഭിന്നമായിരിക്കുന്നത്. അത് രാസലീലയൊക്കെ അതിൽ വരുന്നതല്ലേ പ്രഭു? അതായത് പലതരത്തിലുള്ള പല നമ്പർ ഓഫ് ഫോംസ് ഉണ്ട്, പക്ഷെ എല്ലാ ഫീച്ചേഴ്സ് സിമിലർ ആണ്. അതാണ് പ്രകാശ വിഗ്രഹം. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് സെയിം ആയിട്ടുള്ളതിൽ ഇമോഷണലി കുറച്ച് വ്യത്യാസം വരുമ്പോഴത്തേക്കാണ് വൈഭവ പ്രകാശം വരുന്നത്. ഈ പ്രകാശത്തെ തന്നെ പ്രാഭവ പ്രകാശമൊന്നും വൈഭവ പ്രകാശമൊന്നും ഡിവൈഡ് ചെയ്യാം. പ്രാഭവ പ്രകാശം എന്ന് പറഞ്ഞാൽ സെയിം ഇമോഷണൽ ഫീച്ചേഴ്സ് ആണ്. വൈഭവ പ്രകാശം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഇമോഷണൽ ഫീച്ചേഴ്സ് വരും. ഉദാഹരണത്തിന് നമ്മുടെ ബൽറാം, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരുന്നു. ഇതാണ് നമ്മൾ അന്ന് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പം ഈ PPT കഴിഞ്ഞു എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യണം. കാരണം എനിക്ക് പല ക്ലാസ് എടുക്കുന്ന കാരണം എനിക്ക് ഓർമ്മയില്ല ഇവിടെ എത്തി എന്നുള്ളത്. ഇത് തീർത്തായിരുന്നോ? ഈ എക്സാമ്പിൾസ് എല്ലാം പറഞ്ഞായിരുന്നോ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എനിക്കറിയാം. പക്ഷെ പറഞ്ഞു എന്നാണ് തോന്നുന്നത് പ്രഭു. മൂലസ്വരൂപത്തെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, ശരി. ഇതും പറഞ്ഞല്ലോ. അത് ഇവിടെ തൊട്ട് തുടങ്ങണം. അതോ
ഒരു കാര്യം ചെയ്യ്. ഞാൻ ഇവിടെ തൊട്ട് ജസ്റ്റ് പറഞ്ഞു തുടങ്ങാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വയം രൂപം, തദേകാത്മരൂപം, ആവേശരൂപം. ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് സ്പിരിച്വൽ വേൾഡിൽ നിൽക്കുകയാണ്. സ്പിരിച്വൽ വേൾഡിലെ കൃഷ്ണന്റെ ചതുർവ്യൂഹവും വിഷ്ണുവിന്റെ ചതുർവ്യൂഹത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. കൃഷ്ണന്റെ കുറിച്ചുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ബ്രഹ്മമദ്വ ഗൗഡിയ സമ്പ്രദായക്കാരെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഡിവോട്ടീസ് എന്ന് പറയുന്നത്, നമ്മൾ ചാൻഡ് ചെയ്യുന്നു പറയുന്നു, നമുക്ക് ഗൗരവത്ത് പോകണം എന്ന് പറയുന്നത്, നമുക്ക് പ്രബോധന ഇഷ്ടമാണെന്ന് പറയും, ഗുരുമഹാരാജിന് ഇഷ്ടമാണെന്ന് പറയും. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയാതെ പിന്നെ നമ്മൾ ഇപ്പം ഈ ബ്രഹ്മബുദ്ധിയ ഗൗഡിയ സമ്പ്രദായത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഇത് നമ്മുടെ മാത്രം സ്വത്താണ്, നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള സ്വത്താണെന്ന് പറയാം. എങ്ങനെയാണോ ശ്രീ വൈഷ്ണവർക്ക് നാരായണന്റെ അടുത്തുള്ള സേവ, അവർക്ക് ആയിട്ടുള്ള ഒരു ഭയത്തോടെയുള്ള സേവ, സംഭ്രമത്തോടെയാണ് സേവിക്കുന്നത്. അതേപോലെയാണ് നമുക്ക് കൃഷ്ണന്റെ അടുത്തുള്ള പ്രേമം, മാധുര്യ പ്രേമം എന്ന് പറയുന്നത്. ആ മാധുര്യത്തിലുള്ള കൃഷ്ണനെ നമ്മൾ മാധുര്യത്തിൽ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കൃഷ്ണനെ കുറിച്ച് കൃഷ്ണൻ സാധാരണ ഒരാളല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അതിനാണ് ഇത് പിന്നെയും ചൈതന്യ ചരിത്രത്തിലായാലും ഭീമസംഹിതത്തിലായാലും പറയുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ സ്വയം രൂപം, തദേകാത്മരൂപം, ആവേശരൂപം. ഈ ഒരു പിക്ചർ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. സ്വയം രൂപത്തിനെ നമുക്ക് സ്വയം രൂപ കൃഷ്ണനായിട്ടും സ്വയം പ്രകാശമായിട്ടും പറയും. പ്രകാശം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പല നമ്പേഴ്സ്, ഒരു കൃഷ്ണനല്ല, പല നമ്പേഴ്സ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് അതിനെ സ്വയം പ്രകാശം എന്ന് പറയുന്നത്. ഇനി സ്വയം രൂപത്തില് നമുക്കറിയാം പ്രാഭവ പ്രകാശമുണ്ട്, വൈഭവ പ്രകാശമുണ്ട്. സ്വാംശത്തിലാണെങ്കിൽ സ്വാംശം എന്ന് പറയുമ്പോൾ സ്വാംശം വിഭിന്നാംശം, അങ്ങനെയാണ് ഡിവിഷൻ വരുന്നത്. സ്വാംശം എന്ന് വെച്ചാൽ സ്വന്തം അംശം, അതായത് പുരുഷാവതാരങ്ങള്, ലീലാവതാരങ്ങള്, മന്വന്തര അവതാരങ്ങള്, യുഗാവതാരങ്ങള്, ഇവയെല്ലാം ഭഗവാന്റെ സ്വാംശങ്ങളാണ്. വിലാസ രൂപത്തിൽ പറയുമ്പോൾ, തദേകാത്മത്തിന്റെ വിലാസ രൂപം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈൻ ചെയ്യാം, പ്രാഭവ വിലാസവും വൈഭവ വിലാസവും. പ്രാഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇമോഷണൽ ഫീച്ചറാണ്. വൈഭവം എന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെന്റ് ഇമോഷണൽ ഫീച്ചേഴ്സ് ആണ്. അങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പ്രാഭവ വിലാസം, ഇവിടെ ഞാൻ കഴ്സർ എല്ലാവർക്കും കാണാത്ത രീതിയിൽ പറഞ്ഞു. പ്രാഭവ വിലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണന്റെ ചതുർവ്യൂഹ എക്സ്പാൻഷൻസ് ആണ്. വാസുദേവ, സംഘർഷണ, പ്രദ്യുപ്ന, അനിരുദ്ധ. ഇതിൽ നമുക്ക് അറിയാവുന്നതാണ് കൃഷ്ണന്റെ, നേരത്തെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. കൃഷ്ണന്റെ എക്സ്പാൻഷനിൽ പറഞ്ഞതിൽ, കൃഷ്ണന്റെ ചതുർവ്യൂഹത്തിന്റെ എക്സ്പാൻഷനിൽ സംഘർഷൻ ആണ് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് നാരായണനാവുന്നത്. ആ നാരായണനിൽ നിന്നാണ് സെക്കൻഡ് ചതുർവ്യൂഹം വരുന്നത്, അതായത് വിഷ്ണുവിന്റെ ചതുർവ്യൂഹം. അതിനെ പറയുന്നത് വൈഭവ വിലാസം എന്നാണ് പറയുന്നത്. ഇതിലെ സെക്കൻഡ് ക്വാർട്ടറബിൾ എക്സ്പാൻഷൻസിൽ വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുപ്നൻ, അനിരുദ്ധൻ 4 പേരുണ്ട്. ഇതില് നമ്മൾ ഓൾറെഡി പറഞ്ഞത് കഴിഞ്ഞാണ്, ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. ഇത് നാരായണനിൽ നിന്ന് വസുദേവൻ വരുന്നു, സംഘർഷൻ, പ്രദ്യുപ്ന, അനിരുദ്ധൻ വരുന്നു. ഇതിന് നമുക്ക് ഓർത്തിരിക്കാനുള്ള രീതി പറഞ്ഞു. സംഘർഷനാണ് മേളില്. സംഘർഷൻ എന്ന് പറഞ്ഞാൽ കാരണദശായ വിഷ്ണു, പ്രദ്യുപ്നൻ എന്ന് പറഞ്ഞാൽ ഗർഭോദശായ വിഷ്ണു, അനിരുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീരോദശായ വിഷ്ണു. ഇത് ഓർത്തിരിക്കാനുള്ള വഴിയും പറഞ്ഞു. ഇവിടെ കൃഷ്ണനുമായിട്ട് വരുമ്പോൾ കൃഷ്ണന്റെ മകൻ പ്രദ്യുപ്നൻ, പ്രദ്യുപ്നന്റെ മകൻ അനിരുദ്ധൻ, അങ്ങനെയാണ്. ഇതേപോലെ തന്നെയാണ് കാരണദശായ വിഷ്ണുവിൽ നിന്നും വരുന്നതാണ് ഗർഭോദശായ വിഷ്ണു. ആ ഗർഭോദശായ വിഷ്ണു എന്ന് പറഞ്ഞാൽ പ്രദ്യുപ്നനാണെന്ന്. വേറൊരു കാര്യവും ഞാൻ പറഞ്ഞതിന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, ഗർഭം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി എന്നാണ്. അപ്പൊ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അടുത്ത ജനറേഷൻ വരുന്നതാണ്. അത് കാമദേവന്റെ അല്ലെങ്കിൽ പ്രദ്യുപ്നന്റെ ജോലിയാണ്. അപ്പൊ പ്രദ്യുപ്നൻ എന്ന് പറയുന്നത് ഗർഭോദശായ വിഷ്ണുവായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ പ്രദ്യുപ്നന്റെ മകനാണ്. അപ്പം ഗർഭോദശായ വിഷ്ണുവിൽ നിന്ന് വരുന്നതാണ് ക്ഷീരോദശായ വിഷ്ണു. അപ്പൊ ക്ഷീരോദശായും അനിരുദ്ധനും ഒരേ ലെവലില്, അതൊരു ഒരേ ആളാണ്. അതെന്താണെന്ന് വെച്ചാൽ വേറൊരു രീതിയിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന, മനസ്സിന്റെ മൂർത്തിമത് ഭാവമാണ്, മനസ്സിന്റെ കൺട്രോളിങ് ഡയറ്റിയാണ്, അധിഷ്ഠാത ദേവതയാണ്. ഇതേപോലെ ക്ഷീരോദശായ വിഷ്ണു പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുകയാണ്. അപ്പൊ ആ ഒരു കണക്ഷൻ വെച്ച് നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ആർക്കും ഡൗട്ടില്ല. വളരെ നല്ലത്. 2 രീതിയിലാണ്, ഒന്ന് എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ഡൗട്ട് ഇല്ലാത്തത്. ഓക്കെ, ഇനി തദേകാത്മ രൂപത്തിനെ നേരത്തെ പറഞ്ഞ പോലെ വിലാസവും സ്വാംശവും ആക്കുന്നു.
സ്വാംശം എന്ന് പറഞ്ഞാൽ പേഴ്സണലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അത് പക്ഷേ വിലാസത്തെക്കാട്ടിലും കുറച്ച് പൊട്ടൻസിയാണ് ഉള്ളത്. അതിന് പുരുഷം, ലീല, മംഗള, മന്വന്തര, യുഗ ഇതെല്ലാം പറഞ്ഞു. വിലാസത്തിനെ പ്രാഭവിലാസം എന്നും വൈഭവവിലാസം എന്നും പറയും. അതിലെ പ്രാഭവിലാസമാണ് ഫസ്റ്റ് ക്വാർട്ടർ ബേസ് ഫംഗ്ഷൻ, സെക്കൻഡ് ക്വാർട്ടർ ബേസ് ഫംഗ്ഷൻ. ഇത് ഞാൻ ഇപ്പം പറഞ്ഞു തീർത്തേ ഉള്ളൂ. ഇനി സംഘർഷണിൽ നിന്നാണ് പുരുഷാവതാരങ്ങളെല്ലാം വരുന്നത്. സംഘർഷണിൽ നിന്നാണ് കാരണദശായ വിഷ്ണു, പ്രദ്യുമ്നയിൽ നിന്ന് ഗർഭദശായ വിഷ്ണു, ഗർഭദശായ വിഷ്ണു എന്ന ക്ഷീരദശായ വിഷ്ണു, വിച്ച് ഈസ് അനിരുദ്ധന്റെ ഈക്വലന്റ് ആണ്. ഈ ഫോട്ടോയിൽ അതിന്റെ ഫോട്ടോ അവരുടെ സ്ഥലവും കാണിക്കുന്നുണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ് സൃഷ്ടി ഇത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഗോലോക വൃന്ദാവനം എല്ലാം പറഞ്ഞു, വൈകുണ്ഠവാസ ലോകം പറഞ്ഞു, സദാശിവ ലോകം പറഞ്ഞു, ബ്രഹ്മജ്യോതി. ഈ ഭൗതിക ലോകത്തിനും ആത്മീയ ലോകത്തിനും ഇടയിൽ ബ്രഹ്മജ്യോതിയുണ്ട്. ബ്രഹ്മജ്യോതിക്ക് ഒരു കരയിലായിട്ടാണ് വിരജാ നദി തന്നെയാണ് കാരണാവശൻ. അവിടെ തന്നെയാണ് മഹാവിഷ്ണു കിടക്കുന്നത്. മഹാവിഷ്ണു എന്ന് വെച്ചാൽ കാരണദശായ വിഷ്ണു. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ ഉള്ളത് നമുക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ഉള്ളത് ഇനിയുള്ള ആവേശരൂപത്തെ കുറിച്ച് പറയാനാണ്. ആവേശരൂപം എന്ന് പറഞ്ഞാൽ എംപവറിങ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ശക്തി, ഒരു പർട്ടിക്കുലർ റീസണിന് വേണ്ടിയിട്ടുള്ള ശക്തി കൊടുക്കുക. ഇതിന് ആവേശത്തെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഭഗവത് ആവേശം, സത്യാവേശം, വിഭൂതി, ഇങ്ങനെ മൂന്നായിട്ടാണ്. അതായത് ഭഗവത് ആവേശം എന്ന് പറയുന്നത്, ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് കപിലദേവനും ഋഷഭദേവനും. ഇവരെല്ലാം നമുക്ക് ഭാഗവതത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഭഗവാന്റെ അംശാവതാരമായിട്ട് വരുന്നു എന്ന് പറയുന്നു. അത് ആവേശരൂപമായിട്ടാണ് വരുന്നത്. അതിൽ അവര് ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി ശക്താവേശം എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിയുടെ താഴെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ധരിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷനല്ല, അനന്തൻ. ഈ അനന്തൻ എന്ന് പറയുന്നത് ഒരു ജീവാത്മാവാണ്. അത് ഭഗവാന്റെ ശക്താവേശ അവതാരമാണ്. ശക്തി ആ ജീവന്, അതായത് ഭൂധാരണ ശക്തി കൊടുത്തിട്ട് ഭഗവാൻ കൊടുത്തിട്ട് ആ ജീവാത്മാവാണ് ഈ ഭൂമിയെ വഹിക്കുന്നത്. വൈകുണ്ഠത്തില് ശേഷനായിട്ടിരിക്കുന്ന ശേഷനാഗൻ, അത് ഭഗവാന്റെ സ്വാംശമാണ്. പക്ഷേ യൂണിവേഴ്സിനെ അല്ലെങ്കിൽ ഭൂമണ്ഡലത്തെ താങ്ങി നിർത്തുന്ന അനന്തശേഷൻ ഒരു ജീവാത്മാവാണ്. അത് ഭഗവാന്റെ ശക്താവേശമാണ്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെയുള്ള ശക്താവേശം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് സനത്കുമാരന്മാരുടെ, അവര് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഭക്തിയെക്കുറിച്ചുള്ള അറിവ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ. നാരദമുനി, ഭക്തി യുദ്ധ സേവനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. മഹാരാജ് പൃഥു, അത് എങ്ങനെയാണ് ഒരു ഭൂമിയെ ഭരിക്കേണ്ടതെന്നും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്നും പ്രൂവ് ചെയ്യാനാണ്. പിന്നെ അതിന്റെ നെഗറ്റീവ് സൈഡിൽ നമുക്ക് പറയാവുന്നതാണ് പരശുരാമൻ, അതായത് സംഹാരത്തിന്റെ ശക്തി കൊടുത്തിട്ട് വന്ന അവതാരമാണ് പരശുരാമൻ. മൂന്നാമത്തെ ക്ലാസ് അത് വിഭൂതി എന്ന് പറയും. വിഭൂതി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ വായിക്കുന്നതാണ് ഭഗവത്ഗീത ചാപ്റ്റർ 10 പല വിഭൂതികൾ കൃഷ്ണൻ പറയുന്നുണ്ട്. ആ വിഭൂതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ഭഗവാന്റെ ഒരു ശക്തിയാണ് അവിടെ ഇരിക്കുന്നത്. അത് കാണുമ്പോൾ ഒരു നേച്ചർ എക്സാമ്പിൾ, നല്ല സുന്ദരമായിട്ടുള്ള നേച്ചർ കാണുമ്പോൾ നമുക്ക് വാവ് എന്നൊരു ഫീലിംഗ് വരും. അവിടെയും ഒരു ഭക്തനെ ആ വിഭൂതി കണ്ടിട്ടും ഭഗവാൻ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് ചിന്തിക്കണം. ഒരു മല കണ്ട അത് ഭഗവാനായിട്ട് റിലേറ്റ് ചെയ്യണം. ഭാഗവതം ക്യാൻഡോ 3 കാണുന്ന പോലെ അത് അങ്ങനെ ഉള്ള അതിനെയാണ് വിഭൂതികൾ എന്ന് പറയുന്നത്. എന്താണോ കൃഷ്ണനെ നമുക്ക് സ്മരിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെ വേണം നമ്മൾ ആ വിഭൂതികളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയാണ്. ഇതാണ് ആവേശ രൂപങ്ങളുടെ എക്സ്റ്റൻഷൻ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ വിഭിന്നമായിട്ടുള്ള എനർജീസ്, ഇതിന്റെ വളരെ ഒരു സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ആദ്യത്തെ സ്ലൈഡിൽ തന്നെ. ഭഗവാന് 3 പ്രധാനമായിട്ടുള്ള എനർജീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ നമുക്ക് രണ്ടായിട്ട് ഈ എനർജീസിനെ ഡിവൈഡ് ചെയ്യാം. പര, അപര. പര എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ആണ്, അതായത് സ്പിരിച്വൽ ആയിട്ട് നേച്ചറാണ്. അപര എന്ന് വെച്ചാൽ ഇൻഫീരിയർ ആണ്, അത് ഭൗതികമാണ് നേച്ചറിൽ. ഇവിടെ ഈ
പരയും അപരയായിട്ടുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജഡമാണ് അപര. പര എന്ന് പറയുന്നത് അവിടെ സ്പിരിച്വൽ വേൾഡിൽ എന്ത് ചരാചരം എടുത്താലും അതിനെല്ലാം ഒരു കോൺഷ്യസ്നസ് ഉണ്ട്. അചരമായിട്ടുള്ളതിനെ ആയാലും ഒരു പാരഫനീലിയ എടുത്താലും കൃഷ്ണന്റെ ശംഖ് എടുത്താലും കൃഷ്ണന്റെ ഗത എടുത്താലും ഇതെല്ലാത്തിനും കോൺഷ്യസ്നെസ് ഉണ്ട്. അതാണ് അവിടുത്തെ വ്യത്യാസം, പരയും അപരയായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പരയിലോട്ട് പോകാം. പരയില് നമ്മൾ രണ്ടായിട്ട് വരും, അന്തരംഗ ശക്തിയും തദസ്ഥ ശക്തി. ബഹിരംഗ വരുന്നത് അപരയിലാണ്. അപ്പം ബേസിക്കലി ബഹിരംഗ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അന്തരംഗ, തടസ്ഥ എന്ന് പറഞ്ഞാൽ മാർജിനൽ, തടത്തിലുള്ളതാണ്, ബൗണ്ടറിയിലുള്ളതാണ്. ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ബീച്ച് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുക. നമ്മളെല്ലാവരും ബീച്ചിൽ പോവാണ്. അപ്പൊ അവിടെ കാണുന്നത് എന്താണ്? നമുക്ക് കാണാൻ പറ്റുന്നത് വെള്ളം കാണാം, അതായത് തിരമാലകൾ അടിച്ച് വീഴുന്നത് അത് കാണാം, അതായത് വെള്ളം, വാട്ടർ എലമെന്റ് കാണാം. പിന്നെ നമ്മൾ വന്നത് ലാൻഡിൽ നിന്നാണ്, റോഡിലൂടെ വന്ന് നമ്മൾ ആ ബീച്ചിൽ വന്നിരിക്കുന്നു. അപ്പൊ ലാൻഡ് കമ്പോണന്റ് ഉണ്ട് 2. മൂന്നാമത്തെ ഒരു സ്ഥലമുണ്ട്, അതായത് മണ്ണ്, നമ്മൾ ഇരിക്കുന്ന മണ്ണുണ്ട്. ഇനി ഒരു മണ്ണുണ്ട്, നനഞ്ഞ മണ്ണ്. അത് എങ്ങനെ നനഞ്ഞുന്നത് മണ്ണ്? ഈ വെള്ളം തിരയടിച്ച് ഭൂമിയിൽ കയറുമ്പോൾ വെള്ളം കയറും, കരയെ അബ്സോർവ് ചെയ്ത്, അല്ലെങ്കിൽ കടല് കരയെ മുക്കിയെടുക്കും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ റിട്രേസ് ചെയ്യും. അപ്പൊ ഇത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് വേലിയേറ്റത്തിന്റെ സമയത്തും വേലി ഇറക്കത്തിന്റെ സമയത്താണ്. ഇപ്പൊ ഇവിടെ ശംഖുമുഖത്തായാലും എവിടെയൊക്കെ പോയാലും, വേളിയിലായാലും എവിടെയെങ്കിലും പോയാലും വേലിയേറ്റത്തിന്റെ സമയത്ത് കര കുറച്ചങ്ങ്, അല്ലെങ്കിൽ ബീച്ച് കുറച്ചങ്ങ് കടൽ കയറും. ആ സമയത്ത് നേരത്തെ കരയിലുണ്ടായിരുന്ന മണ്ണ് ഇപ്പോ ആ വേലിയേറ്റത്തിന്റെ സമയത്ത് പോകുമ്പം കടലാണ്, അത് കരയല്ല. തിരിച്ച് വേലി ഇറക്കത്തിന്റെ സമയത്ത് നോക്കുമ്പം അടിയിലുണ്ടായിരുന്ന മണ്ണ് പോലും അത് കരയായി മാറും. ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇനിയാണ് ഞാൻ എക്സാമ്പിൾ ഇത് പറയാൻ പോണത്. ഈ അന്തരംഗ ശക്തിയെ നമുക്ക് അന്തരംഗ ശക്തിയെ നമുക്ക് കടലായിട്ടും ബഹിരംഗ ശക്തിയെ നമുക്ക് കരയായിട്ടും സങ്കല്പിക്കാം. അപ്പൊ തടസ്ഥ ശക്തി എന്ന് പറയുന്നത് ആ ഇടയ്ക്കിടയ്ക്ക് വേലി വന്നിട്ട് നനഞ്ഞിരിക്കുന്ന മണ്ണ്, അത് ഇടയ്ക്ക് വേലിയേറ്റത്തിന്റെ സമയത്ത് അത് കടലിന്റെ ഭാഗവും വേലി ഇറക്കത്തിന്റെ സമയത്ത് ലാൻഡിന്റെ ഭാഗവും. ഇതാണ് തടസ്ഥ ശക്തി. ഒന്നുകൂടെ ഞാൻ പറയാം. അന്തരംഗ ശക്തി എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ വേൾഡാണ്, അതിനെ ഞാൻ കടലായിട്ട് ഉപയോഗിക്കുന്നു. ബഹിരംഗ ശക്തി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡാണ്, അതിനെ ഞാൻ കരയായിട്ട് ഉപയോഗിച്ചു. ഇടയ്ക്ക് നിൽക്കുന്ന ഈ തടസ്ഥ ശക്തി എന്താണ്? ശക്തിയായിട്ട് വരുമോ പ്രഭുജി? എന്തോ മായാശക്തിയായിട്ട് വരുമോ തടസ്സ ശക്തി എന്ന് പറയുമ്പോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇടയ്ക്ക് ഭൗതിക ലോകത്തും ഇടയ്ക്ക് മെറ്റീരിയൽ വേൾഡിൽ ആത്മീയ ലോകത്തും ഇരിക്കുന്ന വസ്തു ജീവകളാണ്, ജീവന്മാർ. അതാണ് തടസ്ഥ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ മാർജിനൽ പൊട്ടൻസി. മായ എന്ന് പറയുന്നത് അത് ഈ എന്താ പറയാ, യോഗമായയും മഹാമായയും ഉണ്ട്. യോഗമായ മതജി ചോദിച്ചതിന് ഉത്തരമാണ് പറയുന്നത്. യോഗമായയും മഹാമായയും. യോഗമായ എന്ന് പറയുന്നത് ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ്. മഹാമായ എന്ന് പറയുന്നത് ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണ്. മഹാമായ വഴിയും യോഗമായയും വഴിയാണ് ഭൗതിക ലോകവും ആത്മീയ ലോകവും ഭഗവാൻ നിയന്ത്രിക്കുന്നത്. തടസ്ഥ ശക്തി എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ജീവന്മാരാണ്. അവര് സത്വഗുണത്തിലും അതിന്റെ മേലിൽ ഭഗവാന്റെ ഭക്തിയുദ്ധത്തിലും വരുമ്പം, അതിന് മേറി ശുദ്ധസത്വത്തിൽ ചെല്ലുമ്പം നമ്മള് അന്തരംഗ ശക്തിയുടെ പാർട്ടാവും. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം പിടിക്കുമ്പം വീണ്ടും ബഹിരംഗത്തിൽ വരും. ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സത്വഗുണത്തിലാണെങ്കിൽ പോലും നമ്മൾ ബഹിരംഗത്തിലാണ്. ശുദ്ധസത്വത്തിലാവുമ്പോൾ മാത്രമേ നമ്മൾ അന്തരംഗ ശക്തിയിൽ കയറുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഭക്തന്മാരാണ്, നമ്മൾ ഇത്രയും നാളായിട്ട് ചാൻഡ് ചെയ്യുന്നുണ്ട്,
ഇത്തിരി നാളായിട്ട് മംഗളാർത്തി ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ പറയും, ഭഗവത്ഗീത എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ സത്വഗുണത്തിൽ നിന്നും ശുദ്ധസത്വത്തിലോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. ഈ കൃഷ്ണ ബ്രോ, ഹരേ കൃഷ്ണ. അതെന്താണ് വ്യത്യാസം? അതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് സത്വഗുണത്തിന് ശുദ്ധ സത്വത്തിലേക്കുള്ള? ഓക്കെ, സത്വഗുണം എന്ന് പറഞ്ഞാൽ നല്ല കംപ്ലസന്റ് ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും, എന്ന് വെച്ചാൽ ഹാപ്പിനെസ് ആയിട്ട്. ഞാനിപ്പോൾ സത്വഗുണത്തിലുള്ളതാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് വെച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ചാൻഡിങ് ചെയ്യുമ്പോൾ ഒരു ആനന്ദം കിട്ടുന്നുണ്ട്, കൃഷ്ണന്റെ സേവ ചെയ്യുമ്പോൾ ഒരു ആനന്ദം കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഞാൻ അങ്ങ് ഭഗവത്ഗീത പഠിക്കുമ്പോഴും ഭാഗവതവും പഠിക്കുമ്പോഴും എല്ലാം ഒരു സമാധാനം കിട്ടുന്നുണ്ട്, സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ ഞാൻ സംതൃപ്തനായിട്ട് അങ്ങ് ഇരിക്കും. എനിക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കണം എന്ന് എനിക്ക് തോന്നൽ വരത്തില്ല. കാരണം ശുദ്ധസത്വം എന്ന് പറയുന്നത് ഈ സത്വഗുണം ഇല്ലാതാക്കിയാലേ നമുക്ക് ശുദ്ധസത്വത്തിലോട്ട് പോകാൻ പറ്റൂ. അതായത് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിൽ നിന്നും മേളിലോട്ട് കയറണം. ആ മേളിലോട്ട് കയറുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ബുദ്ധിമുട്ട് സത്വഗുണത്തിലുള്ള ആൾക്കാർ എന്തിനു ഞാൻ കഷ്ടപ്പെടണം, എനിക്കിപ്പം തന്നെ നല്ല പ്ലസന്റ് ആയിട്ട് മനസ്സിന് സമാധാനമുണ്ട്, ഭക്തിയുത സേവനം എന്തിനാ ചെയ്യുന്നത്? പ്രഭുപാദർ എന്താ പറഞ്ഞത്? ചാൻഡ് ആൻഡ് ബി ഹാപ്പി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി ഞാൻ ഇപ്പോഴേ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടല്ലോ, ചാൻഡ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഗുരുമാരെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, ചാൻഡിങ് ചെയ്യുന്നുണ്ട്, മംഗളാർത്തി ചെയ്യുന്നുണ്ട്, സംഘം ചെയ്യുന്നുണ്ട്, ഭഗവത്ഗീത ഭാഗവതം പഠിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കൊട്ടേഷൻ എല്ലാം നമ്മളെ ടിക്ക് എല്ലാം നമ്മൾ തന്നെ ഇട്ടിട്ട് നമ്മൾ പറയാം, ഇത് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം ടിക്കാണ്, എനിക്ക് ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്, നല്ല ഹാപ്പിനെസ്സും കിട്ടുന്നുണ്ട്, മനസ്സമാധാനവും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും. അതാണ് കോംപ്ലിമെൻസി ഉണ്ടാക്കും ഈ സത്വഗുണം എന്ന് പറയുന്നത്. സത്വഗുണത്തിൽ നിന്ന് മാറി ശുദ്ധസത്വത്തെ, കൃഷ്ണൻ ഭഗവത്ഗീതയും പറയുന്നതാണ്, നമ്മള് വേദങ്ങളിൽ നിന്നും പരനായിട്ട് മാറണം. അപ്പം വേദങ്ങൾ പറയുന്ന ഈ സത്വഗുണം, രജോഗുണം, തമോഗുണത്തെ കുറിച്ചാണ്. അതിന് മേളിൽ പോകണം. അതിന് മേളിൽ പോകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഡിവോഷണൽ സർവീസ് നടക്കുന്നത്. ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല. ഡിവോഷണൽ സർവീസ് എന്ന് പറഞ്ഞാൽ അഹൈതുക്കി അപ്രതിഹതയായിരിക്കണം. അതില് അപ്രതിഹത ഈ സത്വഗുണത്തിലുള്ള ആൾക്കാരും ചെയ്യും. അഹൈതുക്കി വരുമ്പോഴാണ് ശുദ്ധസത്വം വരുന്നത്. സത്യം അഹൈതുക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും. നമ്മളൊരു ഉദാഹരണത്തിന് അമ്പലത്തിൽ ഒരു പ്രസാദം ഉണ്ടാക്കാൻ പോയി. പ്രസാദം ഉണ്ടാക്കാൻ പോയിട്ട് നമ്മൾ അറിയാതെ കുറച്ച് എന്താ പറയാ, മധുരം കുറച്ച് കൂടിപ്പോയി എന്ന് വെച്ചോ. ഉപ്പ് ഞാൻ പറയുന്നില്ല, മധുരം കുറച്ച് കൂടിപ്പോയി, പഞ്ചസാര ഷുഗറിൽ, പായസത്തില്. അപ്പൊ ആൾക്കാരെ എല്ലാവരും വളരെ നല്ലതാണ്, പായസം എല്ലാം നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സമാധാനം കിട്ടും. കുറച്ച് കൂടിയാലും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയും. പക്ഷേ ശുദ്ധസത്വത്തിലുള്ള ആൾക്ക് അത് കൂടിപ്പോയി, അത് ആ അളവിലല്ലായിരുന്നു ചെയ്യേണ്ടത്, ഭഗവാന് അത് പെർഫെക്റ്റ് അളവിലല്ല ഞാൻ കൊടുത്തത് എന്നുള്ള ഒരു ബോധം വരും. നമുക്കപ്പം വരുവാണെങ്കിൽ അതിനർത്ഥം നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും പുകഴ്ത്തുമ്പോഴും നമ്മളിൽ തന്നെ ആദ്യം തന്നെ ചെയ്തതിൽ ഒരു പിഴ കണ്ടുപിടിക്കുകയും അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾ എളിമയോടെ ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, ഇവര് എല്ലാവരും പുകഴ്ത്തുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഗുരുവിന്റെ കൃഷ്ണന്റെയും കൃപയാണ് എന്നുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ബാലൻസ് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധസത്വത്തിലോട്ട് പോകുന്നു എന്നാണ് അർത്ഥം. സത്വഗുണത്തിൽ മാത്രം ഇരിക്കുമ്പോൾ നമ്മൾ അത് എൻജോയ് ചെയ്യും. എല്ലാവരും എന്നെ പുകഴ്ത്തുന്നുണ്ട്, ഞാൻ സേവ ചെയ്യുന്നു, എത്ര പ്രഭു മാതാജി എത്ര സേവയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൊങ്ങി പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഹൈ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ സത്വഗുണത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. ഡിവോഷണൽ സർവീസിൽ എത്തിയിട്ടില്ല. ഡിവോഷണൽ സർവീസിൽ നമ്മൾ ആ ക്രിറ്റിസിസം വരും. ഇനി ഞാനത് പോസിറ്റീവ് പറഞ്ഞു. ഇതേപോലെ ഒരു ക്രിറ്റിസിസം വരുമ്പോൾ ആൾക്കാർ നമ്മൾ എന്തെല്ലാം ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്താലും, പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ ചെയ്താലും, ഉണ്ടാക്കുന്നത് ചെയ്താലും, ഭഗവാനെ ഡയറ്റി ഡെക്കറേഷൻ ആയാലും, ഇതെല്ലാം ചെയ്തിട്ട് ആൾക്കാർ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സ് അതിനെ താങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ വേരിയേഷൻ വരുന്നുണ്ടോ, ഇവനാര് ഇവളാര് എന്നെ കുറ്റപ്പെടുത്താൻ എന്നുള്ള ഒരു ഇത് വരുമ്പം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ള നിൽക്കുമ്പം നമുക്ക് ശുദ്ധ സത്വത്തിലോട്ട് നമുക്ക് എൻട്രൻസ് ഇല്ല. ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതാണ് കുറച്ച് കൂടുതൽ പറയണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം പോകും. അതിന് എനിക്കാലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, സത്വഗുണവും ശുദ്ധസത്വവും തമ്മിലുള്ള. മനസ്സിലായി ബ്രോജി. ഹരേ കൃഷ്ണ, മനസ്സിലായി. കൃഷ്ണ പ്രഭുജി ഇങ്ങനെ പറഞ്ഞു തന്നാ മതി ഞങ്ങൾക്ക്. അപ്പൊ ഇത്രയും കൂടി പ്രാക്ടിക്കൽ വേസ് ഞങ്ങൾക്ക് മനസ്സിലാവും. അതെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, എല്ലാം കൃഷ്ണൻ ഓർമ്മിച്ചു തരുന്ന ദദാമി ബുദ്ധിയോഗം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതനുസരിച്ച് പോകാൻ പറ്റും. എനിക്ക് ഒരിക്കലും ക്ലാസ് ഇങ്ങനെ മോണലോഗായിട്ട് പോകുന്നത് എനിക്ക് പറ്റത്തില്ല. എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അപ്പോൾ അവിടെ വെച്ച് ക്ലിയർ ചെയ്ത് പോവാം. ഹരേ കൃഷ്ണ.
ഇനി അപ്പൊ അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്സ ശക്തി പറഞ്ഞു, മഹാമായ, യോഗമായ, ഇത്രയും പറഞ്ഞു. ഇനി വിശുദ്ധ സത്വം എന്നുള്ളത് അത് സുപ്പീരിയർ ആണ്. അത് അവിടെയാണ് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യേണ്ടത്. അവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡെഫിനേഷൻ വേണമെങ്കിൽ നമുക്ക് അത് വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഇനി അന്തരംഗ ശക്തിയിൽ നോക്കുമ്പോൾ ഭഗവാനെ നേരത്തെ ആദ്യമേ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ പോലെ സത്, ചിത്, ആനന്ദ, ഇങ്ങനെയുള്ള 3 കാര്യമുണ്ട്. സത്ത് എന്ന് വെച്ചാൽ സന്ധിനി ശക്തി, അതായത് നിലനിൽപ്പ് എന്നുള്ളത്, അതായത് എറ്റേണൽ ആയിട്ടുള്ള ഭഗവാന്റെ നിലനിൽപ്പ്. അതിന്റെ അധിഷ്ഠാത ദേവത എന്ന് പറയുന്നത് ബൽറാമനാണ്. ബൽറാമൻ ഭഗവാനെ ഏറ്റവും കൂടുതൽ സേവ ചെയ്യുന്നയാളാണ്, ശേഷനാണ്. ഭഗവാനെ കൊടുക്കാനുള്ള വസ്ത്രം, ഭഗവാന്റെ ആടയാഭരണങ്ങൾ, അലങ്കരിക്കാനുള്ള എല്ലാ ആടയാഭരണങ്ങളും, ഭഗവാന് നടക്കണമെങ്കിൽ ചെരുപ്പായിട്ട്, കൊടയായിട്ട്, ഇരിക്കണമെങ്കിൽ ഇരിപ്പിടമായിട്ട്, കിടക്കണമെങ്കിൽ അനന്തശേഷനായിട്ട്, എല്ലാ രീതിയിലും ഭഗവാന്റെ വെപ്പൺസ് ആയിട്ട്, ഇതെല്ലാം എക്സ്പെൻഡ് ചെയ്യുന്നത് ഈ സന്ധിനി ശക്തി അല്ലെങ്കിൽ സത് ആയിട്ടുള്ള ബൽറാമനാണ്. സംവിത് ശക്തി എന്ന് പറയുമ്പോൾ അറിവ്, ഭഗവാനെ കുറിച്ചുള്ള അറിവ്, അതിന്റെ അധിഷ്ഠാത ദേവത കൃഷ്ണൻ തന്നെയാണ്, സ്വയമാണ്. ഈ കൃഷ്ണനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒറ്റ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് കൃഷ്ണൻ മാത്രം. നമുക്ക് കൃഷ്ണന്റെ മെർസിയാൽ മാത്രമേ കൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റൂ. ഇതിന് ഉദാഹരണം പ്രഭുപാദർ എപ്പോഴും പറയുന്നത്, ഒരു പണക്കാരനെ കുറിച്ച്, ഇപ്പൊ ബിൽ ഗേറ്റ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് മനസ്സിലാവും. അതായത് അയാൾ പുള്ളിക്കാരൻ പണക്കാരനാണെന്ന് മനസ്സിലാവും, ഭയങ്കര പണക്കാരനാണെന്ന് മനസ്സിലാവും. ആ പണക്കാരന്റെ ലെവല് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ വ്യക്തി തന്നെ വന്ന് പറഞ്ഞിരണം. അടാവാ, നമുക്ക് ഞാനൊരു ടൂർ കാണിച്ചുതരാം, എൻ്റെ ജീവിതചര്യ എങ്ങനെയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ഒരാൾ കാണിച്ചു തരുമ്പോഴാണ് നമുക്ക്, ഓ, ഇയാൾ പുള്ളിക്കാരൻ നിസ്സാരനല്ല, നമ്മൾ വിചാരിച്ച പോലെ അല്ല. എനിക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല, കാരണം നമുക്ക് ആൾക്കാർക്ക് വിചാരിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മള് അമ്മമാർക്ക് അച്ഛന്മാർക്കും ശീലമായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. കൊച്ചുമായിട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ കൊച്ചു കുട്ടികൾ, മോനായാലും മോളായാലും പറയും, അമ്മ അച്ഛ ആ ഒരു മുട്ടായി വാങ്ങിച്ചു തന്നെ പറയും. അപ്പൊ മുട്ടായി വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറയും വേണ്ട, അത് നല്ലതല്ല, ചീത്തയാണെന്ന് പറയും. പിന്നെ കുറച്ചുകൂടെ നടന്നു പോകുമ്പോൾ ഒരു നല്ല കാറ് കാണും. അപ്പം പിള്ളേർ പറയും, നമുക്ക് അച്ഛനമ്മ നമുക്ക് ഈ കാറ് തന്നെ വാങ്ങിക്കാം. അപ്പം നമ്മൾ പറയും, ഓക്കെ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറയും. അപ്പൊ ഉടനെ ഒരു കൊച്ചെടുത്തിട്ട് അമ്മയുടെ അല്ല അച്ഛൻ്റെ പേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, പോക്കറ്റ് കൈ കാണിച്ചിട്ട് പറയും, നമ്മുടെ പൈസ ഇരിപ്പുണ്ടല്ലോ, കുറച്ച് ചില്ലറ പൈസ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതിനർത്ഥം നമ്മുടെ കയ്യിൽ അച്ഛനും അമ്മയും പറയുന്നത് പൈസ ഇല്ല എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഈ ചില്ലറ പൈസ കാണിച്ചിട്ട് കൊച്ചു പറയും, നിങ്ങളല്ലേ പറഞ്ഞത് പൈസ ഇല്ലെന്ന്, പക്ഷെ നാളെ ഇരിക്കുന്നുണ്ടല്ലോ പൈസ ഉണ്ടെന്ന് പറയും. അപ്പൊ അതേ കൊച്ചിന് മനസ്സിലാവുന്നില്ല, ആ പൈസ കൊണ്ട് ഈ കാർ വാങ്ങിക്കാൻ പറ്റത്തില്ല. പൈസ ഇല്ല എന്ന് പറയുന്നത് കള്ളമാണ്, അതേസമയം സത്യമാണ് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥം നമുക്ക് ആ കാറ് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല എന്ന് ഈ കൊച്ചിന് മനസ്സിലാവുന്നില്ല. കാരണം ഈ കൊച്ചിന് എക്സ്പീരിയൻസ് ഇല്ല. കൊച്ചിന്റെ ആ ലെവൽ അനുസരിച്ച് അല്ലെങ്കിൽ ബുദ്ധി വികസിച്ച അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ ഈ പൈസയുണ്ട്, അച്ഛൻ കള്ളം പറയാണ് ആ കാറ് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന്. പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, കാറിന് ഇത്രയും പൈസയാവും, ഇത്രയും ലക്ഷം അല്ലെങ്കിൽ കോടിയാവും, അത്രയും പൈസ എൻ്റെ കയ്യിലില്ല. അഥവാ എൻ്റെ കയ്യിൽ അങ്ങനെ അത്രയും ലക്ഷം, അപ്പം പറയാം ഇല്ല, ഞാൻ ബാങ്ക് ബാലൻസ് കണ്ട് അത്രയും ലക്ഷം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അല്ല, അത് അവിടെ ഇരിക്കുന്നത് എനിക്കൊരു വീട് വാങ്ങിക്കാനാണ്, ഈ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട് വാങ്ങിക്കാൻ പറ്റത്തില്ല, വീട് വാങ്ങിക്കാനെങ്കിൽ നമുക്ക് താമസിക്കാനില്ല. അപ്പൊ ഈ ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് വലിയ ആൾക്കാർക്ക് അറിയാം, കൊച്ചിന് അറിയത്തില്ല. ഇതേപോലെയാണ് ഒരു വലിയ പണക്കാരനെ കുറിച്ച് നമ്മുടെ കാര്യം. ആ പണക്കാരനാണ് വലിയ ആള്, നമ്മള് കൊച്ചു വേണം. അപ്പൊ നമുക്ക് നമ്മുടെ ലിമിറ്റേഷനിൽ നിന്നേ നമുക്ക് വലിയ ആളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതേസമയം അയാൾ ഇറങ്ങി വന്നിട്ട്, ഓക്കെ, ഇതാണ് എൻ്റെ സിറ്റുവേഷൻ, ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് എങ്ങനെയാണ്, രാവിലെ ഇത്രയും സേവകരുണ്ട്, ഇവരെല്ലാം വരും എന്നൊക്കെ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പം നമ്മുടെ
എക്സ്പീരിയൻസ് കൂടുക ചെയ്യുന്നത്. ഈ കൊച്ചിന് എങ്ങനെയാണോ അച്ഛൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കുന്നത്, 4 ലക്ഷമാണ് കാറിന്റെ വില, പക്ഷെ എൻ്റെ കയ്യിൽ പോക്കറ്റിൽ 100 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ 4 ലക്ഷമാണ് എൻ്റെ ബാങ്ക് ബാലൻസ് തന്നെ 4 ലക്ഷമേ ഉള്ളൂ, അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ആയിരിക്കും ഒരു പണക്കാരൻ വന്ന് നമ്മുടെ ലെവലിൽ ഇറങ്ങി വന്നെന്ന് പറയുമ്പോൾ. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇതിന് റിലേറ്റഡ് ആയിട്ടൊരു കാര്യം നമ്മുടെ തൊണ്ടരടി രംഗനാഥ സ്തവത്തില് എഴുതിയ ആളുടെ പേര് ഞാൻ മതി, പുള്ളിക്കാരനെ പറയുന്നുണ്ട്, ഒരു ആൽവാറാണ്, രംഗനാഥ സ്തവത്തിൽ. അതിൽ പുള്ളിക്കാരൻ തുടക്കത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് എന്തായാലും ഭഗവാനെ എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയത്തില്ല. അല്ല സോറി, അങ്ങനെയല്ല പറയുന്നത്. ഭഗവാനെ അങ്ങ് ഒരു കാര്യം ചെയ്യണം. തുടക്കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഭഗവാനെ അങ്ങയുടെ അനന്തന്റെ നാക്കുകളല്ല എനിക്ക് താ. ഭഗവാന്റെ അനന്തന് അനന്തമായിട്ടുള്ള തലകളുണ്ട്. നമ്മൾ പറയും 1000-ഓളം തലകളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ തലയിലും 2 നാക്ക് വീതം. അപ്പൊ 2000 നാക്ക് വെച്ചു. 1000-ഓളം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, എന്നാലും നമ്മൾ അതിനെ 1000 തന്നെ വെച്ചിട്ടു. അപ്പൊ ആ 2000 നാക്കിങ്ങി താ എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു ശരി പിടിച്ചോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയാണ്, അപ്പോഴും പുള്ളിക്കാരൻ പറയാണ്, രംഗനാഥ സ്തവത്തിൽ പറയാണ്, ഇനി ഈ 2000 നാക്ക് വെച്ചിട്ട് എനിക്ക് ഭഗവാനെ വർണ്ണിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ ചോദിക്കുക, ഇതെന്താണ്, ഒരു വരം ചോദിച്ചു, നാക്ക് ചോദിച്ചു, ഞാൻ തന്നു, എന്നിട്ട് നീ ഇപ്പം പറയണ എന്നെ വർണ്ണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ നീ നാക്ക് ചോദിച്ചെന്ന് ചോദിക്കും. അപ്പം അയാൾ പുള്ളിക്കാരൻ ആൽവാർ പറയുന്ന ഒരു ആൻസർ ഉണ്ട്. അതായത് ഉദാഹരണത്തിന് നമ്മൾ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ പോലുള്ള ഒരു സാധാരണ വ്യക്തിക്ക് ബിൽ ഗേറ്റ്സിനെ അടിമയാക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റത്തില്ല. അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അടിമയെ വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാന്ന് നമ്മൾ വലിയ കാര്യത്തിൽ വീമ്പിളക്കിയാൽ അതിന് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. കാരണം എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ബിൽ ഗേറ്റ്സ് അല്ലെങ്കിൽ അംബാനി എന്ന് പറയുന്നയാളെ നമുക്ക് അടിമയാക്കി വെക്കാൻ ഉള്ള കഴിവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് ഉറക്കെ പറയുന്നതിൽ യാതൊരു ഇതുമില്ല, പ്രത്യേകതയില്ല. എന്നാൽ അതേസമയം ഇപ്പം ബിൽ ഗേറ്റ്സിന്റെ കാര്യത്തില് അംബാനി വന്നിട്ട് പറയുക, അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ബിൽ ഗേറ്റ്സിനെ അടിമയാക്കാനുള്ള എന്ന് പറഞ്ഞാൽ സാധാരണ പോലെയുള്ള നമുക്ക് മനസ്സിലാവും, ഓ അംബാനി എന്ന് പറയുന്ന ആൾക്ക് തന്നെ കുറച്ച് പൊസിഷൻ ഉണ്ട്, പണമുണ്ട്, അധികാരമുണ്ട്, അയാൾക്ക് ഈ ബിൽ ഗേറ്റ്സിനെ പിടിക്കാൻ പറ്റുന്നില്ല, വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിനർത്ഥം പുള്ളിക്കാരൻ ശരിക്കും പവർഫുൾ ആണ് എന്ന്. ഇതേപോലെ ഒരു നാക്കുകൊണ്ട് ഞാൻ അങ്ങയുടെ ഗുണത്തിന് അല്ലെങ്കിൽ അങ്ങയെ കുറിച്ച് പ്രകീർത്തിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് സിഗ്നിഫിക്കൻസ് ആണ് ഉള്ളത്? ഒരു പാവപ്പെട്ട ഒരു പാപ്പരനായിട്ടുള്ളയാള് ഈ ബിൽ ഗേറ്റ്സിനെ അടിമയാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ, യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. അതേസമയം അനന്തന്റെ 2000 നാക്ക് എനിക്ക് കിട്ടിയതിന് ശേഷം ഞാനിപ്പോ അംബാനിയെ പോലെ ആയി. ഇനി എനിക്ക് പറയാം, ഓക്കെ ബിൽ ഗേറ്റ്സിനെ എനിക്ക് അടിമയാക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഞാൻ ഇപ്പം 2000 നാക്കുകൊണ്ട് എനിക്ക് ഭഗവാനെ വർണ്ണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുപോലെയാണെന്ന്. ഇവിടെ ഞാൻ അത് പറയാൻ കാരണം, ഭഗവാനെ മനസ്സിലാക്കാൻ ഭഗവാന് മാത്രമേ പറ്റൂ. ഭഗവാന്റെ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ടീച്ചിങ് കാരണം, ആ ടീച്ചിങ്ങിലൂടെ നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം, നമുക്ക് എല്ലാ എന്താ പറയണ ഉദ്ധവഗീത അങ്ങനെയുള്ള ടീച്ചിങ്സ്, അല്ലെങ്കിൽ ഭക്തിയുത സേവനം ടീച്ച് ചെയ്യുന്നതായാലും പഞ്ചരാത്ര വിധി പഠിപ്പിക്കുന്നതായാലും, ഇതെല്ലാം വഴി നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ മാത്രമേ ഒരു ജീവാത്മാവിന് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് ചിത് പൊട്ടൻസി എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഹ്ലാദിനി പൊട്ടൻസി, ആനന്ദ പൊട്ടൻസി. ഇതെന്ന് പറയുന്നത് നിന്റെ അധിഷ്ഠാത ദേവത എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയാണ്. രാധാറാണി നമുക്കറിയാം, കൃഷ്ണനും രാധാറാണിയും തമ്മിൽ യാതൊരു ഭിന്നതയില്ല. ഹ്ലാദിനി ഭഗവാന് സന്തോഷം, ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്, അത് സന്തോഷം ഹാപ്പിനെസ്സും വേറെ ലെവലാണ്, ബ്ലിസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശക്തി ആണ് രാധാറാണി. അത് ഇണങ്ങിയാലും പിണങ്ങിയായാലും രണ്ടിനും രാധാറാണിയാണ് ശ്രീകൃഷ്ണന്റെ ഉപാധി. വേറെ കൃഷ്ണന് എൻജോയ്മെന്റ് ചെയ്യാൻ വേറെ ഒരു ഉപാധിയും ഇല്ല. ഈ ഹ്ലാദിനി പൊട്ടൻസി വഴി മാത്രമേ നമുക്ക് ശുദ്ധ ഭക്തി കിട്ടുകയുള്ളൂ. ഇനി ഭൗതിക ലോകത്ത് വരുമ്പം ഈ ഹ്ലാദിനി പൊട്ടൻസി വഴി തന്നെയാണ് നമുക്ക് അഡൾട്രേറ്റഡ് ലവ് ഓഫ് ഗോഡും കിട്ടുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അത്
മഹാമായയും യോഗമായയും വഴി മാറി. ഇപ്പം നേരത്തെ ഫോട്ടോയിൽ കാണിച്ചപ്പം റൈറ്റ് സൈഡിൽ ദേവികളുടെ എക്സ്പെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് രാധാറാണി പിന്നെ വൈകുണ്ഠത്തില് രുക്മിണീതിയാവുന്ന ദ്വാരകയിൽ രുക്മിണിയാവുന്നതും പിന്നെ അയോധ്യയിൽ സീതയാവുന്നതും വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മിയാവുന്നതും പിന്നെ അതിനുശേഷം പാർവതിയും മഹാമായയായി മാറുന്നതും ഇതെല്ലാം ആ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അൺഅഡൾട്രേറ്റഡ് ലവ് ഓഫ് ഗോഡ് ഹെഡ് അഡൾട്രേറ്റഡ് ലവ് ഓഫ് ഗോഡ് ഹെഡ് ആവുന്നതും അഡൾട്രേറ്റഡ് ലവ് ഓഫ് ഗോഡിന്റെ സോഴ്സ് രാധാറാണിയാണ്. ശരിക്കുള്ള ശ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയും മഹാലക്ഷ്മിയാണ്. പക്ഷെ ഒറിജിനൽ മഹാലക്ഷ്മി, ഒറിജിനൽ ശ്രീ എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയാണ്. നമ്മൾ എല്ലാവരും ശ്രീ സൂക്തം കേട്ട് കാണും, അത് മഹാലക്ഷ്മിയെ ധരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ബ്രഹ്മമധ്യകോടി സമ്പ്രദായർക്ക് ശ്രീ സൂക്തം പോലും രാധാറാണിയാണ് സൂചിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇതുവരെ ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ പാർവതി എന്ന് പറയുന്നത് രാധാറാണിയുടെ എക്സ്പാൻഷൻ ആയിട്ടാണ് പറയാ? എങ്ങനെയാണോ സദാശിവൻ വിഷ്ണുവിന്റെ എക്സ്പാൻഷൻ ആവുന്നത്, അതേപോലെ പാർവതി രാധാറാണിയുടെ എക്സ്പാൻഷൻ ആണ്. ഒറിജിനൽ കൃഷ്ണനും രാധാറാണിയുമാണ്, വേറെ ആരുമില്ല. ഇതെല്ലാം എക്സ്പെൻഷൻസ് ആണ് ഭഗവാന്റെ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഏത് എക്സ്പെൻഷൻ ആണെന്നുള്ളത്, സ്വാംശമാണോ തടസ്സ ഇതാണോ, ഇതെല്ലാം നമ്മൾ കണ്ടത്. തദേകാത്മരൂപം ഇതെല്ലാം നമ്മൾ ഇവിടെ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും കുറച്ച് സമയം എടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തായാലും പ്രഭു ഭയങ്കര കട്ടിയാ, ശരിക്കും ഗ്രാസ്പ് ചെയ്യാൻ ഭയങ്കര പാടാ. പെട്ടെന്ന് മറന്നു പോകും, അന്നേരം കേൾക്കുമ്പോ മനസ്സിലാവും, പിന്നെ അങ്ങ് ഇതായിപ്പോവും. അതിനാണ് നമുക്ക് ആ എക്സ്പാൻഷന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് പറയാമോ ഹരേ കൃഷ്ണ പ്രഭുജി? ഞാൻ എല്ലാവർക്കും എനിക്കറിയാം, ഇത് വീണ്ടും വീണ്ടും പഠിക്കണം, സ്വാധ്യായം ചെയ്തേ പറ്റൂ. റെഫറൻസസ് കൊടുത്തിട്ടുണ്ട് ചൈതന്യ ചരിതാമൃതത്തിലെ മധ്യലീലയിലും കുറെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ചൈതന്യ മഹാപ്രഭു തന്നെ. എനിക്കറിയാം ഇത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, അതുകൊണ്ട് ഞാൻ വേറൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരേ ഫോട്ടോ പിന്നെയും കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേറൊരു ഫോട്ടോയും ഉണ്ട്. സ്വയം രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കൃഷ്ണൻ ആസ് എ കൗഹേർഡ് വൃന്ദാവനത്തിലുള്ളത്. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ പ്രഭുജി, ഓരോ പ്രാവശ്യം ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ മുന്നത്തെ ഒരു സംഗ്രഹം കൊടുക്കുക, അപ്പൊ നമുക്ക് കണ്ടിന്യൂഷൻ ഓർമ്മ വരും, മറ്റേത് ഓർമ്മയില്ല പ്രഭു. ഓക്കെ, ഞാൻ നോക്കാം. പക്ഷെ ഞാൻ അതിൽ കൂടുതൽ പോകാത്തത്, ഞാൻ ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് ചോദിച്ചല്ലെങ്കിൽ ക്വിസായിട്ട് ഞാൻ ചോദിച്ചിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഈ ക്ലാസ് നടക്കത്തില്ല, അതാണ് പ്രശ്നം. ഞാൻ നോക്കാം, അടുത്ത പ്രാവശ്യം ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ഇതിപ്പോ ആക്ച്വലി നമ്മൾ ഇതുവരെ അത് കൂടുതലൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ തന്നെ നിൽക്കുകയാണ്. സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണൻ, സ്വയം പ്രകാശനായിട്ട് വന്ന് വൈഭവ പ്രകാശവും പ്രാഭവ പ്രകാശമായിട്ട് മാറുന്നു. പ്രാഭവ പ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഇമോഷണലി സെയിം ആണ് പ്രകാശ രൂപം എന്ന് പറയുമ്പോൾ. വൈഭവ പ്രകാശം എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസം, ഇമോഷണലി ഫീച്ചേഴ്സ് ഡിഫറെന്റ് ആവും. കാരണം നമുക്കറിയാം, എക്സാമ്പിൾ പറഞ്ഞു, ബൽറാമന്റെ എക്സാമ്പിൾ, ബൽറാമൻ വെളുത്തത്, കൃഷ്ണൻ കറുത്തത്, അങ്ങനെ. ഇനി തദേകാത്മരൂപത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വിലാസമായിട്ടും സ്വാംശമായിട്ടും. ഇതില് വിലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപവും ഇമോഷനും ഡിഫറെന്റ് ആവുമ്പോഴാണ് അതിനെ ചതുർവ്യൂഹ എക്സ്പാൻഷൻ, കൃഷ്ണന്റെ ചതുർവ്യൂഹ എക്സ്പാൻഷൻ എന്ന് പറയാം. നമുക്ക് വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഈ ഓർഡറിലാണ് പറയേണ്ടത്. ഇതിനെ പ്രാഭ വിലാസം എന്ന് പറയും. ഇത് ആദി ചതുർവ്യൂഹ അല്ലെങ്കിൽ കൃഷ്ണന്റെ ചതുർവ്യൂഹം എന്ന് പറയും. ഇനി തദേകാത്മ രൂപത്തിലെ വിലാസത്തിന് പ്രാഭവ വിലാസത്തിൽ വരുമ്പം ഇതേ വൈകുണ്ഠത്തിലുള്ള ചതുർവ്യൂഹം, വിഷ്ണു ചതുർവ്യൂഹം. ഇവിടെയും വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ മഹാസംഘർഷനിൽ നിന്നാണ് വീണ്ടും നമുക്ക് അടുത്ത എന്താ പറയാ ചതുർവ്യൂഹത്തിലെ പുരുഷാവതാരത്തിലെ കാരണദോഷായി വിഷ്ണു വരുന്നത്. ഇതേ സംഘർഷനിൽ നിന്നാണ് സദാശിവനും വരുന്നത്. നമ്മള് ആത്മീയ ലോകത്തെ ഏറ്റവും താഴത്തെ തട്ടിലിരിക്കുന്ന സദാശിവ ലോകത്തിലെ സദാശിവൻ എന്ന് പറയുന്നത് ഇതേ മഹാസംഘർഷനിൽ നിന്നാണ് വന്നത്.
ഇനി വൈഭവ വിലാസം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് നാരായണൻ. നാരായണി എന്ന് വരുന്നത് നമ്മൾ കണ്ടു. ചതുർവ്യൂഹം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ചതുർവ്യൂഹത്തില് മെയിൻലി ഭാഗവതം അനുസരിച്ച് ചതുർവ്യൂഹത്തിന് 12 എക്സ്പെൻഷൻസ് ഉണ്ട്. 12 എക്സ്പെൻഷനെ പിന്നെയും നമുക്ക് 24 ഡിവൈഡ് ചെയ്യും. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് അടുത്തൊരു ഷീറ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് വൈകുണ്ഠത്തില് പല പല രീതിയിൽ ഗദ, പങ്കജം, ശംഖ്, ചക്രം ഇത് പിടിക്കുന്നതിനനുസരിച്ച് ഓറിയന്റേഷൻ അനുസരിച്ചും അതിന്റെ ഫീച്ചറും ഇമോഷനും അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വാസുദേവന്റെ 3 എക്സ്പാൻഷൻസ്, അതായത് ശംഖചക്രം, ഗദ, പത്മം പിടിക്കുന്നതിന്റെ ഡിഫറെന്റ് എക്സ്പാൻഷൻസ് അനുസരിച്ച് 3 വരും. കേശവൻ, നാരായണൻ, മാധവൻ. പിന്നെ സംഘർഷന്റെ ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ. പ്രദ്യുമ്നന്റെ ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ. അനിരുദ്ധന്റെ ഋഷികേശ, പത്മനാഭൻ, ദാമോദര. ഈ 12 പേര് വരും. ഈ 4 പേരിലെ 3 എക്സ്പാൻഷൻ വീതം 12 ഇനി വാസുദേവന്റെ തന്നെ 2 എക്സ്പാൻഷൻ കൂടെ വരുന്നുണ്ട്. അത് അധോക്ഷജനും പുരുഷോത്തമനും. അങ്ങനെ വരുന്ന ഇത് ടോട്ടൽ 24 മാറും. ഇതിനെക്കുറിച്ച് ഞാൻ വീണ്ടും വരും, കൂടുതൽ പറയുന്നില്ല. ഇത് ജസ്റ്റ് ഞാൻ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ ഈ സ്ലൈഡില്. കൂടുതൽ ടെൻഷൻ ഒരു സംശയം ചോദിച്ചോട്ടെ പ്രഭു? മധുരി പറയൂ. പ്രഭു, ഈ മഹാവിഷ്ണു നാരായണനും അത് എന്താ വ്യത്യാസം വരുന്നു? മഹാവിഷ്ണു, നാരായണൻ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിൽ ഇരിക്കുന്നയാള് നാരായണൻ. മഹാവിഷ്ണു എന്ന് പറയുന്നത് നമ്മുടെ കാരണദശ വിഷ്ണുവിനെയാണ്. വിഷ്ണു അത് ഫസ്റ്റ് സംഘർഷണി എന്ന് വരുന്നതാണ്. മഹാസംഘർഷണി എന്നാണ് വരുന്നത്. മഹാസംഘർഷണി എന്ന് പറയുന്നത് സെക്കൻഡ് ചതുർവ്യൂഹത്തിൽ നിന്ന്. സെക്കൻഡ് ചതുർവ്യൂഹത്തിലെ സംഘർഷണി എന്നാണ് വരുന്നത്. സംഘർഷണി. നാരായണൻ വീണ്ടും സംഘർഷണി. പക്ഷേ നാരായണൻ വരുന്നതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ചതുർവ്യൂഹത്തിലെ സംഘർഷണി എന്നാണ്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് ആദ്യ ചതുർവ്യൂഹത്തിലെ സംഘർഷണിൽ നിന്നാണ് നാരായണൻ വരുന്നത് അല്ലെ? അത് വൈകുണ്ഠ ലോകത്തിലാണെന്ന വ്യത്യാസം. ആദ്യത്തെ ചതുർവ്യൂഹം കൃഷ്ണന്റെ ലോകത്താണ്, കൃഷ്ണന്റെ വ്യൂഹമാണ്, കൃഷ്ണന്റെ ചതുർവ്യൂഹമാണ്. ആ ചതുർവ്യൂഹത്തിലെ സംഘർഷണിൽ നിന്നാണ് വൈകുണ്ഠത്തിലെ നാരായണൻ വരുന്നത്. ആ നാരായണിൽ നിന്നാണ്, വൈകുണ്ഠത്തിലെ നാരായണിൽ നിന്നാണ് വൈകുണ്ഠത്തിലെ ചതുർവ്യൂഹങ്ങൾ വരുന്നത്. സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഇനി മഹാസംഘർഷനിൽ നിന്നാണ് കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു വരുന്നത്. ഓക്കെ പ്രഭു, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ ആഡ് ചെയ്യാം, കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ആക്കാൻ. കാരണദശായി വിഷ്ണു, ഗർഭോദശായി വിഷ്ണു, ക്ഷീരോദശായി വിഷ്ണു എന്ന് പറയുന്ന ഇവിടെ ഫസ്റ്റ് പറയുന്ന മഹാസംഘർഷണി എന്ന് വരുന്ന ഈ 3 പേരും വൈകുണ്ഠത്തിൽ തന്നെയുള്ളതാണ്. അവര് ഭൗതിക ലോകത്തല്ല. പിന്നെ ഭൗതിക ലോകത്ത് സൃഷ്ടിക്കുമ്പം ഇങ്ങോട്ട് വരുന്നതാണ്, അവര് ഇങ്ങോട്ട് ഇറങ്ങി വരിക ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഇവിടെ ഫോട്ടോയിൽ പറഞ്ഞ പോലെ കാണുകയാണെങ്കിൽ ഇപ്പൊ കാണിക്കുന്ന സ്ഥലം ഭൗതിക ലോകം. ഈ സെക്കൻഡ് ക്വാർട്ടറിലെ എക്സ്പാൻഷനും പുരുഷാവതാരങ്ങളും ഈ വൈകുണ്ഠത്തിലെ ഈ ബെൽറ്റിൽ തന്നെ ഉണ്ട്. സൃഷ്ടിക്കുമ്പം 1:1 കോറിലേഷൻ ആയിട്ട് അവിടുന്ന് വരികയാണ്, ഇവിടുത്തെ ഒരു ഔട്ട് പോസ്റ്റ് പോലെ. ഓക്കെ, ഇത് കൂടുതൽ നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ സൃഷ്ടിയുടെ സമയത്ത് എത്തുമ്പോൾ നമുക്ക് ഈ പോയിന്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. പക്ഷെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. കാരണം എന്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആദ്യമേ പേരുകൾ പറയുക, ഒരു കാര്യം പറയുക, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോഴേ ഇതൊക്കെ മനസ്സിലാവും, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് അതുപോലെയാണ് ഞാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ വാസുദേവൻ എന്ന് പറയുന്നത് സെക്കൻഡ് ചതുർവ്യൂഹത്തിൽ നിന്ന് വരുന്നതല്ലേ? വാസുദേവൻ ഫസ്റ്റിലും ഉണ്ട്, സെക്കൻഡിലും ഉണ്ട്. രണ്ടിന്ന് വരണേ. പക്ഷെ ലാസ്റ്റിൽ വരുന്നുണ്ടല്ലോ വാസുദേവൻ അല്ലേ? ആ ചതുർവ്യൂഹത്തിന്റെ ഇതില് വാസുദേവൻ വരുന്നില്ലേ? അതെ, ഫസ്റ്റിലും ഉണ്ട്, സെക്കൻഡിലും ഉണ്ട്. ആദ്യത്തെ വാസുദേവനാണ്. അപ്പൊ ഈ വാസുദേവനും നാരായണനും തമ്മില് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വാസുദേവനും നാരായണന്റെ വ്യത്യാസമുണ്ട്. കാരണം ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മാതാജി, നമ്മൾ മനസ്സിലാക്കാത്ത രീതി പറയുകയാണെങ്കിൽ കൃഷ്ണൻ ജനിച്ചത് എവിടെയാണ് മാതാജി? മധുരയില്. മധുരയിൽ കൃഷ്ണൻ എങ്ങനെയാ വന്നത്? ഏത് രൂപത്തില് വന്നേ? ചതുർബാഹുവായിട്ട്. ആ ചതുർബാഹു. പക്ഷെ കൃഷ്ണൻ ചതുർബാഹുവാണോ 2 കൈയുള്ള ആളാണോ? 2 കൈയുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ വ്യത്യാസം കാണുന്നില്ലേ ഫോമില്? അതാണ് പ്രാഭവ വിലാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇമോഷണലി വ്യത്യാസമുണ്ട്, ഫീച്ചറിലും വ്യത്യാസമുണ്ട്. ഓക്കെ,
അല്ല സോറി, അല്ല ഇവിടെ ഇമോഷണലി വ്യത്യാസം ഇല്ല, കൃഷ്ണൻ തന്നെയാണ്, പക്ഷെ ഫീച്ചറിൽ വ്യത്യാസമുണ്ട്. 4 കൈയുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് പ്രകാശം എന്നും പറയും. ഇതിന്റെ ഒരേ ഫോമിനെ രണ്ടിനും പറയും. കാരണം ഇവിടെ വാസുദേവനാണ് വന്നത്. മനസ്സിലായോ? 4 കൈയായിട്ട് വന്ന ഭഗവാൻ എന്ന് പറയുന്നത് വാസുദേവൻ കൃഷ്ണനാണ്. വാസുദേവ കൃഷ്ണനാണ് അവിടെ ദ്വാരകയിൽ വന്ന് കാണിച്ചു കൊടുത്തത്. ദ്വാരകയില്ല, സോറി, മധുരയില്. എന്നിട്ട് പിന്നെ കൊച്ചായി വന്നു, 2 കൈയുള്ള കൊച്ചായി വന്നു. അതും വാസുദേവ കൃഷ്ണനാണ്. ഈ വാസുദേവ കൃഷ്ണനെയാണ് പുള്ളിക്കാരൻ നമ്മുടെ വൃന്ദാവനത്തിൽ ഗോകുലത്തിൽ കൊണ്ടുപോയത്. ഗോകുലത്തിൽ കൊണ്ടുപോകുമ്പോ അവിടെയും 2 കൃഷ്ണന്മാരുണ്ടായിരുന്നു. നമ്മുടെ യശോദമ്മ 2 പിള്ളേരെ പ്രസവിച്ചു. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അപ്പൊ അവിടെ വന്ന കൃഷ്ണനാണ് ശരിക്കുള്ള സ്വയം കൃഷ്ണൻ. ഈ വാസുദേവ അവിടെ എത്തുമ്പോ അത് സ്വയം കൃഷ്ണനെ മാറുകയും. അത് അറിയില്ലല്ലോ പ്രഭുജി, യശോദാമ്മ കൃഷ്ണനെ പ്രസവിച്ചു, അതറിയില്ല. ഓക്കെ, അത് കുറച്ച് ഡിവിയേഷൻ ആണ്, അത് വേറൊരു ടോപ്പിക് ആണ്. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. പ്രഭു, ഒരു ചെറിയൊരു സംശയം കൂടെ ഉണ്ട് മാതാജി പ്ലീസ്. അതായത് ഇപ്പൊ പ്രഭുജി പറഞ്ഞില്ലേ നമ്മുടെ രാധാറാണിയിൽ നിന്നാണ് ലക്ഷ്മി എന്നുള്ള എക്സ്പാൻഷൻ. അപ്പൊ ഞാനൊരു ക്ലാസ്സിൽ കേട്ടത് രാധാറാണിയിൽ നിന്ന് സുഭദ്രാദേവി വന്നിട്ട് സുഭദ്രാദേവിയിൽ നിന്നാണ് ബാക്കി എല്ലാ എക്സ്പാൻഷൻസും. അങ്ങനെയും കേട്ടു. ഇത് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ശ്രീമതി രാധാറാണിയാണ് ഒറിജിനൽ ഭഗവാന്റെ ബഹിരംഗ ശക്തി. എങ്ങനെയാണോ കൃഷ്ണൻ എക്സ്പാൻഡ് ചെയ്യുന്നത്, കൃഷ്ണൻ ബൽറാമനായി കഴിഞ്ഞിട്ട് പിന്നെ ബൽറാമനിൽ നിന്നാണ് എല്ലാ എക്സ്പാൻഷൻസും വരുന്നത്. ഈ വാസുദേവൻ സംഘർഷൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ, നാരായണൻ വാസുദേവൻ സംഘർഷൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ, കാരണവശായ വിഷ്ണു, ഗർഭോദശായ വിഷ്ണു, ക്ഷീരോദശായ വിഷ്ണു, സദാശിവൻ, ഇതെല്ലാത്തിന്റെയും വരുന്നത് കൃഷ്ണനിൽ നിന്നാണെങ്കിലും ബൽറാമനിൽ നിന്നാണ്. ഇതേപോലെയാണ് മാതാജി ഇപ്പൊ പറഞ്ഞത്. മനസ്സിലായോ? രാധാറാണിയിൽ നിന്ന് വന്നിട്ട് രാധാറാണിയിൽ നിന്ന് സുഭദ്രയെ വരുത്തുന്നതിന് മുമ്പേ രാധാറാണിയിൽ നിന്നുമുള്ള ഫസ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് രുക്മിണി ദേവിയാണ്. രുക്മിണി ദേവിയിൽ നിന്നും പിന്നെയാണ് നമുക്ക് ഈ എന്താ പറയണ ലക്ഷ്മി ദേവി എല്ലാം വരുന്നത്. അപ്പൊ ഈ രുക്മിണി ദേവിയിൽ നിന്നാണ് ലക്ഷ്മി ദേവി വരുന്നത്. രുക്മിണി എന്നാണ് ലക്ഷ്മി വരുന്നത്. ലക്ഷ്മി എന്ന് പാർവതി ദേവി, സുഭദ്ര ദേവി വരുന്നു. ലക്ഷ്മി സുഭദ്ര ദേവി വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഭാഗവതം കൃഷ്ണന്റെ ഈ പറഞ്ഞ ഈ കൊച്ചിനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവെക്കുമ്പോ തിരിച്ച് കംസന്റെ അടുത്ത് കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് അറിയാവുന്ന സുഭദ്ര മഹാറാണിയെ കുറിച്ച് ആ പേര് തന്നെ ഇട്ട് സുഭദ്ര ദേവി എന്ന് പറയുന്നത് തന്നെ. അപ്പൊ എന്താണ് എന്റെ ഭഗവാനെ സോറി സുഭദ്ര ഭഗവാനെ മാസ്റ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ സുഭദ്ര യോഗമായയായിട്ടും മഹാമായയായിട്ടുമാണ് വരുന്നത്. അതാണ് സുഭദ്ര ദേവി എന്ന് പറയുന്നത്. യോഗമായയും മഹാമായയും രണ്ടും ചേർന്നത് അല്ലേ. അതില് സുഭദ്ര ദേവിയെ നമ്മൾ മഹാമായ എന്ന് പറയുമ്പം ആക്ച്വലി അത് കുറച്ച് കാണുന്ന പോലെയാണ്, രണ്ടും ആണെങ്കിലും. അപ്പൊ അവിടെയാണ് നമുക്ക് പാർവതി ദേവി എന്ന് വിളിച്ച് അല്ലെങ്കിൽ കാളി അല്ലെങ്കിൽ ദുർഗ എന്ന് വിളിക്കുന്നത്. ഈ സുഭദ്ര ദേവിയാണ് ആക്ച്വലി നമ്മുടെ ഇന്റേണൽ പൊട്ടൻസി ആയിട്ട് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള സ്പിരിച്വൽ വേൾഡിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. യോഗമായ ആയിട്ടിരിക്കുന്നത്. മഹാമായയായിട്ട് വന്നിട്ടാണ് നമ്മുടെ ഭൗതിക ലോകത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെയൊക്കെ കൂടുതൽ എക്സ്പെൻഷനിലോട്ട് പോയത്, കൂടുതൽ ടെക്നിക്കിൽ പോയത്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്നയാളാണോ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം ഒരു രീതിയിൽ ആരുടെ കളിയാ? കൃഷ്ണന്റെ കളിയാണ് അല്ലേ? അപ്പൊ പക്ഷെ കൂടുതൽ എവിടെ എങ്ങനെ പോകുന്നു എന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ഈ പറഞ്ഞ പോലെയാണ്. ഓക്കെ. അപ്പൊ അതായത് ഞാൻ എന്റെ ഒരു പ്രഭു പറഞ്ഞതിന്റെ ഒരു ഇത് പറയട്ടെ, ശരിയാണോ എന്നറിയില്ല. അതായത് രാധാറാണിയിൽ നിന്ന് രുക്മിണി ദേവി വരുന്നു. ആ രുക്മിണി ദേവിയിൽ നിന്ന് വരുന്ന ലക്ഷ്മിയിൽ നിന്നാണ് സുഭദ്രാദേവി വരുന്നത് എന്നല്ലേ? കാരണം ഞാൻ കേട്ടത് ഇങ്ങനെയാണ് പ്രഭുജി. അതായത് രാധാറാണിയിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സുഭദ്രാദേവി വന്നു, സുഭദ്രാദേവിയിൽ നിന്ന് ലക്ഷ്മി ദേവി വന്നിട്ട് ലക്ഷ്മി ദേവിയിൽ നിന്ന് രുക്മിണി ദേവി വന്നു എന്നാണ് കേട്ടത്. അതാണ് അത് തെറ്റല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ മാതാജി? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇത് നമ്മുടെ ഈ എന്താ പറയാ ഹൈറാർക്കി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ചാണ് മാറ്റുന്നത്.
സുഭദ്ര മഹാറാണി ആരാണ്? സുഭദ്ര മഹാറാണി ഭഗവാന്റെ യോഗ പൊട്ടൻസിയാണ്. യോഗ പൊട്ടൻസി എവിടെയായിട്ട് വരുന്നത്? ഇപ്പൊ ഈ ഞാൻ ഹൈറാർക്കിയിൽ കാണിച്ചപ്പം ബഹിരംഗ ശക്തി അല്ലെ, തടസ്ഥ ശക്തി, അന്തരംഗ ശക്തി, ഇത് രണ്ടുമാണ് യോഗ. ബഹിരംഗയും യോഗ എന്ന് പറയുന്ന അന്തരംഗയും, മഹാമായ എന്ന് പറയുമ്പം ബഹിരംഗയായി. ഓക്കെ, ആ രീതി ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും രാധാറാണി എന്ന് വന്നതാണെന്ന് പറയും. അതായത് പ്രഭുജി പറയണത് പോലെയാണെങ്കിൽ സുഭദ്രാദേവി എന്ന് പറയുന്നത് അന്തരംഗ ശക്തിയല്ല എന്നാ ബഹിരംഗ ശക്തിയല്ല, പക്ഷെ രണ്ടിന്റെയും കൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സുഭദ്രാദേവിയാണ് അല്ലെ? ഓക്കെ, വേറെ രീതി അങ്ങനെയല്ല. ഹരകൃഷ്ണ പ്രഭു ചോദിച്ചോട്ടെ, ഈ സുഭദ്ര ദേവി ആധ്യാത്മിക ലോകത്താകുമ്പോ യോഗമായും നമ്മുടെ ഭൗതിക ലോകത്താകുമ്പോ മഹാമായ, അങ്ങനെ അതാണോ അതിന്റെ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്? അത് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. അതാണ് ഞാൻ പറയാൻ. അതുകൊണ്ടാണ് അന്തരംഗ ഒരു മിനിറ്റ്. അതെ, ഭഗവാന്റെ സഹോദരി സുഭദ്ര രാധയുടെ വലത് കൈയിൽ നിന്നാണ് വന്നതെന്നും അങ്ങനെയും പറയുന്നുണ്ടല്ലോ. നാളൊരു ക്ലാസ്സിൽ ആരോ പറഞ്ഞു. മാതാജി അതന്നെ പറയണേ. അവിടെ പറഞ്ഞു വരുന്നത്, ഞാനിവിടെ ഈ ഹൈറാർക്കി എന്ന് പറയുന്നത് ഒരേ രീതി പറയും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ അപര പര എന്ന് പറഞ്ഞു. ഈ പരയെല്ലാം നമുക്ക് രാധാറാണി എന്ന് പറയാം, അപരനെല്ലാം മഹാമായ എന്നും പറയാം. ഇവിടെ തെറ്റില്ല. നമ്മൾ ഇത് എന്താണ്, ഏത് ലെവലിൽ പറയുന്നു എന്നനുസരിച്ചിരിക്കും. എങ്ങനെയാണോ ഈ ഫോട്ടോയിൽ നോക്കൂ, കാരണദശ വിഷ്ണു ഗർഭോദശ വിഷ്ണു കാരണദശയിൽ വന്നു എന്ന് പറയുന്നത്, എങ്ങനെയാണോ ക്ഷീരോദശായ വിഷ്ണു ഗർഭോദശായ വിഷ്ണു എന്ന് പറയുന്നത്, അതും ശരി തന്നെയാണ്. ഇതെല്ലാം ശരിയാണ്. അപ്പൊ അതിനർത്ഥം കാരണദശായ വിഷ്ണു, ഗർഭോദശായ വിഷ്ണു, ക്ഷീരോദശായ വിഷ്ണു. പക്ഷെ അതേസമയം നമ്മൾ ഭാഗവതത്തിൽ പഠിക്കുമ്പോൾ പറയുന്നുണ്ട് സൃഷ്ടിയുടെ എല്ലാം മൂല കാരണം ക്ഷീരോദശായ വിഷ്ണു ആണെന്ന് പറയുന്നുണ്ട്. വായിച്ചു കാണും. അപ്പൊ അത് തെറ്റാണെന്ന് നമ്മളിപ്പോ പറയും അല്ലേ? കാരണം സൃഷ്ടിയുടെ മൂല കാരണം കാരണദശായ വിഷ്ണുവാണ്. എങ്ങനെ ക്ഷീരോദശായ വിഷ്ണുവായി എന്ന് പറയും? അവിടെ ഉദ്ദേശിക്കുന്നത് ഈ കാരണദശായ വിഷ്ണു ആയാലും ഗർഭോദശായ വിഷ്ണു ആയാലും ക്ഷീരോദശായ വിഷ്ണു ആയാലും ഒരാളാണ്. അവിടെ പ്രിൻസിപ്പിളാണ് നോക്കുന്നത്. ഇപ്പൊ ഇവിടെ രാധാറാണിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നു എന്ന് പറയുന്നത് അത് ഒരു ഒറിജിനേഷൻ പവർ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് സുഭദ്ര ദേവിയുടെ ഫങ്ഷനാണ് ഞാൻ പറഞ്ഞത്. മായയിലെ മഹാമായയും യോഗമായയും നടത്തുന്നത് പുള്ളിക്കാരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം? പ്രഭു രാധാറാണി അല്ലേ സുപ്രീം? രാധാറാണിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രാധാറാണിക്ക് വേണ്ട ഫംഗ്ഷൻ ചെയ്യുന്നത് സുഭദ്രാദേവിയാണ്, അങ്ങനെയാണ്? രാധാറാണിക്ക് വേണ്ട ഫംഗ്ഷൻ ചെയ്യുന്നതാണ് മഹാലക്ഷ്മിയും, രാധാറാണിയുടെ ഫംഗ്ഷൻ തന്നെയാണ് രുക്മിണിയും ചെയ്യുന്നത്. അപ്പൊ രാധാറാണിയിൽ നിന്നാണ് ഇവരെല്ലാം വരുന്നത്. അപ്പൊ നമുക്കൊരു ചാർട്ടിൽ ഇടണമെങ്കിൽ അവരെ പ്രത്യേകിച്ച് ഫസ്റ്റ് ചാർട്ട്, നമ്മൾ ഈ ഒരു സൃഷ്ടിയുടെ ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ ചാർട്ടില് നമ്മൾ എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുള്ളത് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഇവിടെ അറിയാം. കണ്ട, മാധുര്യവും ഐശ്വര്യവും മാധുര്യം കൂടുന്നു, ഐശ്വര്യം കുറയുന്നു. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് രാധാറാണിയിൽ നിന്നും രുക്മിണി വരുന്നെന്നും രുക്മിണിയിൽ നിന്നും സീതയിൽ നിന്നും ലക്ഷ്മിയിൽ നിന്നും സുഭദ്ര അല്ലെങ്കിൽ പാർവതി ദേവി. ഇങ്ങനെയാണ് നമ്മൾ ആ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ഒരു ഹൈറാർക്കി പറയുകയാണ്, ഫങ്ഷൻ അല്ലെങ്കിൽ മാധുര്യത്തിന്റെ ഐശ്വര്യത്തിന്റെ ആ ഭാവത്തിലുള്ള എക്സ്പെൻഷൻ പറയുന്നത്. ഇനി രാധാറാണിയിൽ നിന്ന് തന്നെയാണ് ഇവരെല്ലാം വരുന്നതെന്ന് പറഞ്ഞാലും അതിലും തെറ്റില്ല. അത് ശരി തന്നെയാണ്. നമുക്ക് ഇതിനെയാണ് അചിന്ത്യ ഭേദവേദ തത്വം എന്ന് പറയുന്നത്. നമ്മൾ അറിയാവുന്നത് ഒരു ലീനിയർ സംഭവമാണ്. ആ ലീനിയർ സംഭവമാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ആ രീതിയിലാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. മറ്റേതെന്ന് പറയുന്നത് ഒരു ഭഗവാന്റെ എക്സ്പാൻഷൻസ് വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ രാധാറാണിയിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം കാവ്യരൂപം എല്ലാം വരുന്നത് ഭഗവാന്റെ എക്സ്പാൻഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ശ്രീ രാധാറാണീസ് ബോഡി എക്സ്പാൻഷൻസ് ചെയ്യുന്നതാണ് എല്ലാം വരുന്നത്, പ്രേമാനന്ദ എല്ലാം വരുന്നത്. അപ്പൊ ഇതിൽ തമ്മിൽ യാതൊരു ഭിന്നതയില്ല. നമ്മൾ എങ്ങനെയാണോ ദ്വൈതവും അദ്വൈതവും തമ്മിൽ ഭിന്നത ഉണ്ടെന്ന് പറയുന്നത് അതേപോലെയാണ്. ക്വാളിറ്റേറ്റീവ്ലി വൺ, ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫറെന്റ് എന്ന് പറയുന്ന പോലെയാണ്. ഒരു രീതി നോക്കുമ്പോൾ നമുക്ക് ഇത് കറക്റ്റാണ്, രണ്ടാമത്തെ രീതി നോക്കുമ്പോൾ മറ്റേത് കറക്റ്റാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം, അതാണ് വേണ്ടത്.
ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ. ഇനി ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുമായിരുന്നു, നമ്മൾ ഈ 24 കുറിച്ച് നമ്മൾ അടുത്ത സ്ലൈഡിൽ കൂടുതൽ പറയുന്നുണ്ട്. ഇനി സ്വാംശത്തിനെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് സ്വാംശം എന്നുള്ളതെന്ന് പറഞ്ഞാൽ വിഭിന്നാംശം അല്ലാത്തതാണ് സ്വാംശം. പുരുഷാവതാരങ്ങളെല്ലാം ഉണ്ട്. ആവേശം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശക്തി കൊടുക്കുന്നതിനാണ് ആവേശം എന്ന് പറയുന്നത്. അയ്യോ, സമയം അവരെ. ഓക്കെ, ഇപ്പൊ ഈ സ്ലൈഡ് കൊണ്ട് നിർത്താം നമുക്ക്. ഈ ആവേശത്തില് നമുക്ക് കാണാവുന്നതാണ് 3 ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞാൽ ഭഗവത് ആവേശം, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ശക്താവേശം, മൂന്നാമത്തെ പറഞ്ഞാൽ വിഭൂതി. ഇങ്ങനെയാണ് ആവേശത്തെ വർണ്ണിച്ചിരിക്കുന്നത്. ഈ പുരുഷാവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ഉണ്ട്. കാരണദശായ വിഷ്ണു, ഗർഭോദശായ വിഷ്ണു, ക്ഷീരോദശായ വിഷ്ണു. ഇത് സ്വാംശമാണ്. ലീലാവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. ഭഗവത്ഗീതയില് 2nd ചാപ്റ്ററിൽ 25 അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഗുണാവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. യുഗാവതാരങ്ങള് 4. ഇത് നമുക്ക് പലർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ്. ഓരോ യുഗത്തിനും ഓരോ അവതാരമുണ്ട്. സാധാരണ ശുക്ലം ആണ് സത്യയുഗത്തിന്, രക്തമാണ് ത്രേതായുഗത്തിന്, ശ്യാമനാണ് ദ്വാപരയുഗത്തിന്, കൃഷ്ണനാണ് കലിയുഗത്തില്. പക്ഷെ ചൈതന്യ മഹാപ്രഭു വരുന്ന അല്ലെങ്കിൽ കൃഷ്ണൻ അവതരിക്കുന്ന ചതുർയുഗത്തില് കൃഷ്ണൻ തന്നെ ദ്വാപരയുഗത്തിലും ചൈതന്യ മഹാപ്രഭു എല്ലാം ആണ് കലിയുഗത്തിൽ വരുന്നത്. ഇത് ഒരു എക്സെപ്ഷനാണ് റൂളിലുള്ളത്. ഇനി മന്വന്തര അവതാരങ്ങള് 14 മന്വന്തരങ്ങളുണ്ട്. 14 മന്വന്തരത്തിലും ഭഗവാൻ ഓരോ അവതാരമായിട്ട് വരുന്നു. ഓക്കെ, ഇതാണ് ഭഗവാന്റെ ഒരു വിഭൂതിയുടെ ഒരു ഓവറോൾ ഉള്ള എക്സ്പ്ലനേഷൻ. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? കൃഷ്ണ പ്രഭുജി, ആ എക്സ്പാൻഷൻ പറയുമ്പോഴേ ബിഗിനിങ്ങിൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ജോയിൻ ചെയ്യാൻ. എനിക്ക് അതുകൊണ്ട് അതിന്റെ ഒരു ഐഡിയ കിട്ടിയില്ലെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇത് ഓർത്തിരിക്കുക. ഭഗവാനെ 3 നമുക്ക് എടുക്കാം. ഇപ്പൊ 3 എക്സ്പാൻഷൻ ആയിട്ട്. സ്വയം രൂപം, തദേകാത്മരൂപം, ആവേശരൂപം. ഓക്കെ, തദേകാത്മരൂപത്തിനെ സ്വാംശം എന്നും വിലാസം എന്നും സ്പ്ലിറ്റ് ചെയ്യാം. ആവേശരൂപത്തെ ഭഗവത് ആവേശ, ശക്താവേശ, വിഭൂതി. ഇങ്ങനെ 3 സ്വാംശം, വിലാസം, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇമോഷണലി സെയിം ആവുമ്പോൾ അത് വിലാസവും, സ്വാംശം നമ്മൾ കുറച്ച് കുറവും. വിലാസത്തെക്കാളും കുറഞ്ഞിരിക്കുമ്പം സ്വാംശത്തിൽ എന്ന് പറഞ്ഞാൽ വേറൊരു രീതി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പുരുഷാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, മന്വന്തര, യുഗാവതാരങ്ങളെല്ലാം സ്വാംശങ്ങളാണ്. വിലാസത്തിന്റെ നിന്നും അടുത്തുള്ള പോകുമ്പോൾ ഒരു ഡീവിയേഷൻ ചെയ്യാം. ഇതിനെല്ലാം ഈ 3 ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്നും ഭിന്നമായിട്ട് ഒരു പ്രകാശം എന്നുള്ളൊരു ഇതുണ്ട്. സ്വയം പ്രകാശം എന്നുള്ളൊരു എക്സ്പാൻഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഭഗവാൻ ഒരേ സമയത്ത് പല രീതിയിൽ പല നമ്പറിൽ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഒരേപോലെ ഇമോഷണലി ഫീച്ചറും സെയിം ആണെങ്കിൽ അതിനെ പ്രകാശം എന്ന് പറയും. ആ പ്രകാശത്തെ നമുക്ക് പ്രാഭവ പ്രകാശം എന്നും വൈഭവ പ്രകാശം എന്നും പറയാം. അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. പ്രാഭവ പ്രകാശം എന്ന് വെച്ചാൽ സെയിം ഇമോഷനും, വൈഭവ പ്രകാശം എന്ന് വെച്ചാൽ കുറച്ച് വിഭിന്നമായിട്ടുള്ള ഇമോഷനും കാണിക്കും. ഇതില് ക്ലാസിഫിക്കേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പൊ ബലരാമൻ തന്നെ വൈഭവ പ്രകാശവും ആകും, അതേപോലെ തന്നെ വിലാസവും ആകും. അതില് പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ അറിയേണ്ടത്. ഒന്ന് തദേകാത്മരൂപം, വിലാസരൂപം, സ്വാംശരൂപം, പിന്നെ ഒന്നുള്ളത് പ്രകാശരൂപം. ഈ പ്രകാശരൂപത്തെ ഇവിടെ നിന്നും കൂട്ടത്തില്ല. ഇനി വിലാസമാണ് മെയിൻലി നമുക്ക് പഠിക്കേണ്ടത്. വിലാസത്തിൽ നിന്നാണ് പ്രാഭവ വിലാസവും വൈഭവ വിലാസവും വരുന്നത്. പ്രാഭവ വിലാസം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ചതുർവ്യൂഹം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രൂപം വ്യത്യാസമാണ്, പലരായിട്ട് വരുന്നുണ്ട്, പക്ഷെ ഇമോഷൻ സെയിം ആണ്. അതാണ് കൃഷ്ണ ചതുർവ്യൂഹം. ഇമോഷൻ ഡിഫറെന്റ് ആകുമ്പോഴത്തേക്ക് വിഷ്ണുവിന്റെ ചതുർവ്യൂഹം ആവും.
അതാണ് ഇവിടെ സെക്കൻഡ് ക്വാർട്ടറബിൾ എക്സ്പാൻഷൻ. അവരിൽ നിന്നാണ് കാരണദശായി വിഷ്ണു, ഗർഭോദശായി വിഷ്ണു, ക്ഷീരോദശായി വിഷ്ണു വരുന്നത്. ഇതാണ് ഒരു സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ കൂടുതൽ പോകുമ്പോഴാണ് ഈ പുരുഷാവതാരം എന്താണ്, ലീലാവതാരം എന്താണ്, മന്വന്തരാവതാരം എന്താണ്, യുഗാവതാരം എന്താണ്, പിന്നെ ഈ ആവേശ രൂപത്തിലെ 3 ആവേശങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് അടുത്ത സ്ലൈഡ്സിലൊക്കെ പറഞ്ഞത്. അതാണ് ഒരു സമ്മറി ആയിട്ട് പറഞ്ഞത്. ഓക്കെ, കുറച്ച് മനസ്സിലായോ മാതാജി? അത് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ നമുക്ക് ചൈതന്യ ചരിതാമൃതം വായിച്ചാൽ മതി. മനസ്സിലായി. മനസ്സിലായി. ഈ ഇമോഷൻ ഉദ്ദേശിച്ചത് ഈ നമ്മുടെ ഇമോഷൻ ആ സെൻസിൽ തന്നെയാണോ? അതെ. അതായത് ഭഗവാന്റെ അടുത്ത് എങ്ങനെയാണ് നമ്മളിപ്പം നാരായണന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയത്തോടെ പോകണം, ഭയഭക്തിയോടെ പോകണം അല്ലെ? ഒരിക്കലും പ്രേമഭക്തിയിൽ നമുക്ക് ഭഗവാൻ നാരായണനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. പ്രേമഭക്തിയിൽ പോകണമെങ്കിൽ കൃഷ്ണന്റെ അടുത്ത് തന്നെ പോകണം, അല്ലെ രാമന്റെ അടുത്ത് പോകണം, അല്ലേ? അതാണ് വ്യത്യാസം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ. പ്രഭു പ്രേമഭക്തിയിൽ പോവാൻ പറ്റുമോ? കൃഷ്ണന്റെ അടുത്ത് മാത്രമല്ലേ പറ്റുള്ളൂ? എന്താ മാതാജി? രാമന്റെ അടുത്ത് പ്രേമഭക്തിയിൽ പോവാൻ പറ്റുമോ? ഒരു രീതിയിൽ ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഒട്ടും പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷെ പ്രേമഭക്തിയുടെ പൂർണ്ണത നമുക്ക് കിട്ടത്തില്ല രാമന്റെ അടുത്ത്. രാമന്റെ അടുത്ത് നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് രാമന്റെ അടുത്ത് പ്രേമഭക്തിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഋഷിമാര്. അല്ല, ശബരിയല്ല, ഋഷിമാര്. ശബരി വേറൊരു രീതിയിലാണ്. ഋഷിമാർക്ക് അവര് പിന്നെ ഋഷിചാരി ഗോപിമാരായപ്പോഴാണ് അവർക്ക് അതിന്റെ പെർഫെക്ഷൻ കിട്ടിയത്. അതിന്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് കൃഷ്ണന്റെ അടുത്ത് വരേണ്ടി വന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് ഇന്നത്തേക്ക് നിർത്താം മാതാജി. ശരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി കാണിച്ച ഈ നോട്ട്സ് ഒക്കെ നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ? ഇവിടെ കിട്ടുമോ പ്രഭുജി റെഫർ ചെയ്യാനായിട്ട്? ഫോട്ടോസ് എല്ലാം ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് എടുത്തതാണ്. ആണോ? ഓക്കെ 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 പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്റർനെറ്റ് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് പ്രഭു? ഞാൻ വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട്സ് ഞാൻ ഈ ഒരു ചാർട്ട് വേണമെങ്കിൽ ഞാൻ എന്താ പറയണ ഐശ്വര്യ മാതാജിക്ക് അയച്ചു കൊടുക്കാം, ഫോട്ടോസ്. അത് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഗ്രൂപ്പിലിട്ട് എല്ലാവർക്കും ഐശ്വര്യ മാതാജി ഗ്രൂപ്പിൽ ഇട്ടോളൂ. ഞാൻ ഗ്രൂപ്പിലില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. നല്ല സൂപ്പർ ക്ലാസ് പ്രഭുജി. എന്നും ഭാഗവതം കേൾക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ ക്ലാസ്സോടുകൂടി മാറി കിട്ടി പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു? താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.